അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു പോർഷൻ അവിടെ ഈ രോഗത്തിൻ്റെ കണികൾ നിൽക്കുകയും വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് വരാതിരിക്കുകയൊക്കെ ചെയ്യും. വാഴയ്ക്ക് ഏകദേശം ഒരു 3.5-4 അടിയോളം ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇലകളെല്ലാം നല്ല രീതിയിൽ വിരിയുന്നുണ്ട്. സൂക്ഷ്മമൂലകങ്ങളുടെ അഭാവം മാറിയിരുന്നു. ഇതിനു മുമ്പ് നമ്മളിപ്പോൾ ഒരു വളപ്രയോഗത്തിൻ്റെ വീഡിയോ നമുക്ക് ഇതിനകത്ത് എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. തോട്ടം കൃത്യമായിട്ട് നോക്കാനും സാധിച്ചില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേന്ത്രവാഴയിലുള്ള പണികൾ കൂടുതലായിരുന്നു. അത് കെട്ടിയെടുത്താൽ നല്ല കാറ്റും മഴയായിരുന്നു. അതിലോട്ട് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിനകത്ത് കുറച്ച് കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇലക്കരിച്ചിൽ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ചേഞ്ചായി ഇതിനുള്ള മരുന്ന് നമ്മൾ അടിച്ചു കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10 ദിവസത്തിന് ശേഷം ഇപ്പോൾ ഇലക്കരിച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സ്റ്റോപ്പായിട്ടുണ്ട്. അടിയിലത്തെ ഇലകൾ കൊണ്ട് തന്നെ അത് സ്റ്റോപ്പായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ തോട്ടം ഫുള്ളായിട്ട് വൃത്തിയാക്കുന്നു. എന്നതിന് ശേഷമാണ് നമ്മൾ വളപ്രയോഗത്തിലോട്ട് കടക്കുന്നത്. അതെന്ന് നമ്മളിന്ന് ഇലക്കരിച്ചിലിനായിട്ട് അടിച്ചിരിക്കുക. നമുക്ക് ഈ തോട്ടത്തിൽ ഇപ്പോൾ നമുക്ക് ഇലക്കരിച്ചിൽ മാത്രമല്ല ഉണ്ടായിരുന്നത്, നീരുവരിച്ചിലും കൂടി ഉണ്ടായിരുന്നു. അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇല കരിതിൻ്റെ കൂടെ